വാ കൈയടിക്കാൻ വയ്യ. അടിപൊളി അടിപൊളി. വെള്ളം ചുറ്റാമോ? തുറക്കാൻ പാടില്ല. അങ്ങനെ ഉണ്ടാ ബാങ്കൊന്ന് കൊടുത്താ എന്നിട്ട് തുറക്ക് ബാങ്ക് കൊടുക്കുക. ഞാൻ തുറക്കട്ടെ. ഓക്കെ നാശ അത് തീരെ നല്ലത് അപ്പടോ. എനിക്കതല്ല ഒരു മഞ്ഞ് മഞ്ഞപ്പിച്ചു. അത് സാധാ മഞ്ഞല്ല. ഓക്കെ നാശ മഞ്ഞ് മഞ്ഞ് നോക്കിയാ ഡയറക്ടർ ബ്രില്യൻസാ. അത് മറ്റേ മഞ്ഞ. ഈച്ചനെ കിട്ടിയാൽ വരെ മൂക്കി വിടും. അവിടെ ഈച്ച വണ്ടിയിൽ വരുന്നില്ല. അന്റെ ഈച്ചക്ക് എന്തേ? എന്റെ ഈച്ച നീന്താ അറിയാ. ഇതാ എവിടെ എവിടെ അത് നീന്തു. കാരണം തൊട്ടിലുള്ള ഈച്ചയല്ലേ നീന്തോ. എവിടെ താന്ത്രത്തിലുള്ള എത്തില്ലേ? നമ്മള് റീൽസ് ട്രയൽ റീൽസ് ഇടും ആദ്യം. എനിക്ക് നോമ്പുണ്ടടി. ആരാ നാശ നോർത്ത് ഇന്ത്യൻ സമൂസാണോ സൗത്ത് ഇന്ത്യൻ രസം? നോർത്ത് ഇന്ത്യൻ രസം. ആ മുഖ്യ സാധനം തമ്പാക്കാണ് ആദ്യം ക്ലാപ്പോ. അതാണ് ടോപ്പ്. അവിടെ ആ വീഡിയോ ഇടക്കിടക്ക് കാണലുണ്ട്. മറ്റേ ഷർട്ടിന് ഹാൻഡ് കഫ് ഇട്ട് വന്ന് ആണോ തമ്പാക്കാണ് ആദ്യത്തെ ക്ലാപ്പ്. വിമലാണെങ്കിൽ കലോത്സവത്തിന് വരും. ആ വീഡിയോ മാത്രം. ഒന്ന് രണ്ട് വിവാഹ വാഗ്ദാനൊക്കെ കഴിഞ്ഞിരിക്കുക. കള്ള ഒന്നും കഴിക്കില്ല. 5 ബ്ലോഗർമാർക്ക് ജന്മം നൽകിയ പുണ്യ മനുഷ്യൻ. അങ്ങനെ അന്നെ അഡോപ്റ്റ് ചെയ്തോ? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. കഴിഞ്ഞോ? ധൈര്യം കഴിഞ്ഞോ? കമ്പനിക്ക് ഈ അല്പം ബാക്കോട്ടാ നോക്കണേ. അങ്ങോട്ട് ലില്ലീസില്ലേ മന്തി കഴിച്ച ഞങ്ങളെ പള്ളിയിലേക്ക് വാട്സാപ്പ് കനാലിലെ മന്തി തിന്നാൻ പോവുകയാണ്. എന്തെങ്കിലും പറ്റുമോ? ഇപ്പൊ തെറിയേക്കല തുടങ്ങും മിക്കവാറും. അത് പള്ളിയാ. അത് പള്ളിക്കറിയാ. ഓക്കെ നാശ് എന്താക്കിയാ ഡ്രസ് എടുത്തോ? പെരുന്നാൾക്ക് കൊളാബ് ഉണ്ടോ? കൊളാബ് ഉണ്ട്. അന്ന് സംഗതി ടെൻഷൻ ഉണ്ടായിനോ? എനിക്ക് പള്ളിയിലൊക്കെ പോയി. ഒരുപാട് സന്തോഷം. അടിച്ചു കയറിയ അക്കൗണ്ടാണ് ഇദ്ദേഹത്തിന്റെ കേട്ടോ. അടുത്തതായിട്ട് ഓണേഴ്സ് ആണ്. വളരെ സന്തോഷം. ആദ്യത്തെ ഇനാഗ്രേഷൻ ബാസിം ജിക്ക് 3 മിനിറ്റ് ഒന്നുമില്ല. എന്തായാലും ഒരുപാട് താങ്ക്സ്. വിളിച്ച ഓൾമോസ്റ്റ് ആൾക്കാരും ഇവിടെ എത്തിയിട്ടുണ്ട്. ഒരുപാട് നന്ദി. സംസാരിച്ച ശീലമില്ല, അതാണ് മെയിൻ പ്രശ്നം. എന്തായാലും ലില്ലിക്ക എന്ന് വിളിക്കണ്ട, നമുക്ക് ലില്ലി എന്ന് തന്നെ വിളിക്കാം അല്ലേ? ഒരുപാട് സന്തോഷം. പിന്നെ ഇങ്ങനത്തെ ഒരു ഇതിലേക്ക് വിളിച്ചതിന് ലില്ലീസിന് ഒരു വലിയൊരു താങ്ക്സ് ആണ് ഇതിൽ എത്തിയിട്ടുള്ളത്. അപ്പൊ നിറങ്ങി കൈഡി കൊടുക്കാം. ഫുഡിക്ക അടിപൊളിയായിട്ടുണ്ട്. മട്ടനും അറബിക് മന്തിയും എല്ലാതും അടിപൊളിയായിട്ടുണ്ട്. ഇനി നല്ല വരുമാനം ഉണ്ടാവട്ടെ ഞാൻ പ്രാർത്ഥിക്കുന്നു. എനിക്ക് കിട്ടിയിട്ടുള്ളത് പെരുന്നാക്കുള്ള
പെർഫ്യൂമാണ് സാറേ, പെർഫ്യൂമാണ്. അസ്സലാമു അലൈക്കും. തിരൂർ കിസ പാട്ട് പാടിയ ആൾക്കാണ് സമ്മാനം നൽകിയിരിക്കുന്നത്. നല്ലൊരു നിറങ്ങി കൈയ്യടി കൊടുക്കലാണ്. ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുകയാണ്. ഒരു അടിപൊളി പെർഫ്യൂമും കിട്ടി, അതുപോലെ തന്നെ നല്ലൊരു മന്തിയും കഴിക്കാൻ പറ്റി. അപ്പൊ എന്തായാലും ലിലിക്ക ഇനിയും ഫാമിലി ആയിട്ട് എന്തായാലും വരും. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഫോർ യു വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അടുത്തതായി സ്വാഗതം ചെയ്തു ഷഫ്നാസ് വളരെ സന്തോഷപൂർവ്വം തന്നെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഷഫ്നാസ് നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന ഗിഫ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ സഹോദര സ്ഥാപനമായിട്ടുള്ള ലിലീസിന്റെ തന്നെ സഹോദര സ്ഥാപനമായിട്ടുള്ള സെറ പെർഫ്യൂംസിന്റെ ഇന്ത്യ ഒട്ടാകെ തന്നെ ഒരുപാട് ഔട്ട്ലെറ്റ്സ് കൈപ്പറ്റിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് അങ്ങ് ദുബായിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഐറ്റം. അക്കുന്റെ നല്ലൊരു പാട്ട്. കാലിക്കറ്റ് ഫുൾ സ്റ്റോറീസ്. ആഷിഖ് പൊട്ടി, ആ സാധനം പൊട്ടി. എല്ലാവരും പ്രശ്നമില്ല, അത് അവിടെ കേൾക്കാം. നല്ലൊരു ഇറക്കി കൈയ്യടി കൊടുക്കും എല്ലാവരും ചേർന്നോണ്ടാ. ടേസ്റ്റ് എങ്ങനെയാണ്? ഓവർ പൊട്ടിക്കല്ലേ സാൻഡി? പിന്നെ ചെറുമുന്തിരി പോലവൻ ചോന്നു തുടുത്തങ്ങേ കിനാവിന്റെ കാന്താരിപ്പൂ എരിഞ്ഞേറണേ. ഞാൻ ആകാശത്തൊരു മുല്ലപ്പൂവിന്നേ അന്നേ നിൻ പേരു പതുക്കനെ മൂടിപ്പോയെന്നേ. കിന്നാരങ്ങൾ ചൊല്ലി നിന്ന് മിന്നാരത്തിൻ ചാരെ വന്ന് ഷവാലിന്റെ എന്ന് വന്ന് ലതപ്പഴക്കായ തന്ന് നിന്നുണന്നേ കാലിൽ നൊന്തുവഞ്ഞേ കമ്പലി കൂടാതെ ഇങ്ങനെ പാത്തു പതിങ്ങി നടന്നേ. ചുറ്റിലും ഒത്തിരി കത്തണ പൊട്ടു വിളക്കുകൾ ഇങ്ങനെ മിന്നണ നേരത്തപ്പാടി നിൻ കണ്ണിലേത് നന്ദി പതിക്കണ് മിസ്സിരിയിലെ. നിങ്ങൾ എന്ന് കണ്ടാരോ അറിയില്ല, അത്ര ആളായി കണ്ടിട്ട്. സ്റ്റേറ്റിൽ കുറച്ച് നിന്നെ കൊണ്ട കുറച്ച് ധൈര്യം വരാത്തത്, അതുകൊണ്ട് തന്നെ കുറച്ച് ഇങ്ങനെ ആകില്ല. അത് കസ്റ്റമർ നല്ല അഭിപ്രായം വരാതുണ്ട്. ഒരു ആഴ്ച എൻ്റെ മനസ്സ് എൻ്റെ മനസ്സ് തുറന്ന മനസ്സിലെ ആൾക്കാർ പറഞ്ഞു നല്ല മനസ്സ് തുറന്ന മനസ്സിൽ വെക്കിട്ട് എല്ലാവർക്കും തരുന്നുണ്ട്. ഈ ഫ്രണ്ടിൽ സൈഡിലേക്ക് ബാക്കിയുള്ളവർ കാണാം. കേറിക്കാം. അപ്പൊ ഭായി ഓർ ബഹനോ നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ ഒരാൾ പോയിട്ട് നോർത്ത് ഇന്ത്യക്കാരെ ഊക്കിയിട്ട് 100K അടിച്ച ഒരു സെലിബ്രേഷൻ ആണ് ഇവിടെ. നമ്മുടെ ഓക്കെ നാശ് ഒരു തൊട്ടിൽ ബ്രോ എന്നൊക്കെ അറിയപ്പെടുന്ന ആള്. അപ്പൊ നമുക്ക് ആളെ വെൽക്കം ചെയ്യാം. എന്താണ് പറയാനുള്ളത് നോക്കട്ടോ. ഹലോ എല്ലാവർക്കും അസ്സലാമു അലൈക്കും. ഞാൻ ഭയങ്കര സന്തോഷവാനാണ്. എന്താണില്ല എനിക്ക് എനർജി കൂടിയ ഭയങ്കര സീനാണ്. പിന്നെ നമ്മളെ ഈ ലില്ലീസ് അറേബ്യൻ റെസ്റ്റോറന്റ് ഞാൻ എന്റെ ജീവിതത്തിൽ മറക്കൂല. കാരണം ഇങ്ങോട്ട് വൈകുന്നേരം വരെ എനിക്ക് ഓർമ്മയില്ലേനി. പിന്നെ ജസീം വിളിച്ചപ്പോഴാണ് എനിക്ക് ഓർമ്മ ആയത്. അങ്ങനെ ഇത് ഹക്കിനെ വിളിച്ച് അപ്പോഴാണ് എനിക്ക് 100K അടിക്കണത്. അപ്പൊ ഈ ഷോപ്പ് ഞാൻ എന്റെ ജീവിതത്തിൽ മറക്കൂല. പിന്നെ എന്താ വെച്ചാല് അറിയാത്തവർക്ക് വേണ്ടി എന്റെ പേര് ഓക്കെ അനാഷ്. നമ്മൾ തൊട്ടിലും കെട്ടും, എവിടെയും കെട്ടും, വേണമെങ്കിൽ ഇതിന്റെ ഉള്ളിലും കെട്ടും. പിന്നെന്താ എന്റെ വീട് ഇവിടെയാണ്, ഫറോക്ക് മണ്ണൂരോളമാണ്. പിന്നെ എന്തായാലും എനിക്ക് ചെറിയ വേറെ പരിപാടി ഉണ്ടായിരുന്നു, പോവാൻ നിൽക്കേനി. അപ്പൊ ഈ കേക്ക് മുറിച്ച് നമുക്ക് ഇപ്പൊ തന്നെ സെലിബ്രേഷൻ വെക്കണം എന്ന് പറഞ്ഞ ബ്രോക്കുട്ടന് അല്ല, ഞാൻ ഇത് ഇവിടുന്ന് സെലിബ്രേറ്റ് ചെയ്യാൻ മനസ്സ് പോലും വിചാരിച്ചില്ല. അങ്ങനെ നമ്മൾ ആദ്യം പ്ലാൻ ചെയ്തല്ല നമ്മൾ ആദ്യം ചെയ്യുള്ളൂ. ഞാൻ വല്ല ചാലിയം ബീച്ചെന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് വിചാരിച്ചിന്. പക്ഷേ
ഈ കേക്ക് മുറിക്ക് എല്ലാ ബംഗാളികളെയും പരിഗണിക്കുന്നതാണ്. കാരണം നമ്മളെ 100K അടിച്ചത് ഓല ടോളിറ്റാണ്. ഇതുപോലെ ഓൾക്ക് മനസ്സിലാവുണ്ടാവില്ല. ആ എല്ലാവർക്കും മലയാളം അറിയാം. പിന്നെ എന്താണ് ഇനി നമുക്ക് അടുത്ത് കേക്ക് മുറിക്കുന്ന സെഷനിലേക്ക് കിടക്കാം. ഒരുപാട് വാഗ്ദാനങ്ങൾ അങ്ങ് നോർത്ത് ഇന്ത്യയിൽ കൊടുത്തു വരുന്ന ഫോളോവേഴ്സ് ആയ സെലിബ്രേഷൻ ഇതിൽ കഴിഞ്ഞിട്ടോ. എനിക്കൊരു 10K ആണ്. അതും എത്ര നോമ്പെടുത്തേ? നോർത്ത് ഇന്ത്യക്കാരെ റെപ്രസെന്റ് അനസ് ഇനി നോർത്ത് ഇന്ത്യയിൽ പോയി നാടില്ല. കാരണം മനസ്സിന്റെ കയ്യിലുണ്ടെന്ത് സെറെ പെർഫ്യൂം. അംബാസഡർ ആയിട്ട് നമുക്ക് ഓക്കെ നാശിനെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. രണ്ടോ ഒക്കെ ഇലക്ട്രിക്കാ സെറ്റാ. ഇതിന്റെ ഫ്രാഞ്ചൈസി മാനേജർ അതാണ്, ഓണേഴ്സ് ആണ് ഇവരെടുത്ത്. ഈ 3 ആൾക്കാര് ഫ്രാഞ്ചൈസി എടുത്ത്. അതെ, ട്രെയിനിലൊക്കെ പാട്ട് പാടി കൊറേ തമിശ കയറുമോ? തൊട്ടില് കെട്ടാനുള്ള സൗകര്യം ഉണ്ട്. പക്ഷെ ഇത് തൊട്ടില് പോലെ ആട്ടാൻ പറ്റും. അതാണ് ട്രെയിൻ കാ തൊട്ടിൽ കാ ജാദു. മലയാളം അറിയാം, കൂടുതൽ അറിയാം. തൊട്ടിലുണ്ടെങ്കിൽ ഇങ്ങനെ തൊട്ടില് കെട്ടണം. തൊട്ടിൽ എത്ര വരും? തൊട്ടിൽ 1000 രൂപ. ഒരു ഫാൻ അയച്ചെന്നാ. കാരണം ഒരാൾ 1500 അയച്ചെന്ന് വാങ്ങിക്കോന്ന് പറഞ്ഞിട്ട്, വേറൊരാൾ 500 അയച്ചെന്ന് വാങ്ങിക്കോ. തൊട്ടിലുള്ള ആശയത്തിലേക്ക് എങ്ങനെ എത്തിയത്? ആക്കി തുടങ്ങിയപ്പോഴാണ്. അതെ പണ്ട് ഞാൻ ശരിയുടെ അപ്പൊ അങ്ങനെ ആട്ടിയപ്പോ അങ്ങനെ ഈ ന്യൂട്ടന്റെ തലേക്ക് ആപ്പിള് വീണപ്പോഴല്ലേ പറഞ്ഞത്. അതേമാതിരി ഫാന്, അതായത് ഒരു ഫാൻ ഗേളിനെ ആട്ടി കൊടുത്തപ്പോ അവൾ അയച്ചു കൊടുത്തതാണ് തൊട്ടിൽ മേടിച്ചെന്ന് പറഞ്ഞിട്ട്. ആൾക്കാർക്ക് വാഗ്ദാനം കൊടുത്തിട്ടുണ്ട്, തൊട്ടിൽ ആട്ടി കൊടുത്തിട്ടുണ്ട്. അത് ഹിന്ദിക്കാർക്ക് വാഗ്ദാനം കൊടുത്തിട്ടുണ്ട്. അതായത് സൗത്ത് ഇന്ത്യയിൽ കളികളില്ല. സൗത്ത് ഇന്ത്യയിലില്ല. ഡൽഹി സുപ്രീം കോർട്ടിലാണ് നമ്മളെ കളി. ഡൽഹി, പഞ്ചാബ്, കാശ്മീരിലൊക്കെ വാക്ക് കൊടുത്തണേ. എന്തൊക്കെ ആട്ടാറുണ്ട്? നമ്മൾ തൊട്ടിലാട്ടും, പിന്നെ തൊട്ടിലിട്ട് ആട്ടാനുള്ളത് കൊടുക്കും. പലതും ആട്ടാറുണ്ട്. നിന്റെ നാട്ടിനോ പിന്നെ ഓണൊന്ന് കാണിക്ക്. ബെല്ലൈക്കൺ അമർത്താൻ ഞാൻ പറയുന്നില്ല, എനിക്ക് പേടിയാവുന്നുണ്ട്. അങ്ങനെ തരുമോ?